എന്റെ ഫ്രണ്ട് ദൃഷ്ടി ഒഴിഞ്ഞത് തെറ്റൊന്നുമില്ല. നീ അല്ലേലും സിഹിയുടെ പാർട്ടിയല്ലേ? എന്നാലും താങ്ക് യു. യു വെൽക്കം. സീതാരാമ കല്യാണം. സ്നേഹമാണെന്ന് അറിയാതെ തോന്നുന്നതാ യഥാർത്ഥ സ്നേഹം. Bye. See you. Bye 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 bye. അയ്യോ, ഈ സമയത്ത് ഗാന്ധി ബസാറിൽ കാല് കുത്താനുള്ള സ്ഥലം കാണില്ല. ഏയ്, നീ വരുന്നുണ്ടോ? പാനിപ്പൂരി വാങ്ങിത്തരാം. ഇങ്ങനെ ഗാന്ധി ബസാറിലേക്കോ? എന്നാ വേണ്ട, എന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. നിന്നെയും കൊണ്ട് പോയാ ഇനി നീ പറയാതെ എങ്ങാനും പോയാലോ? പിന്നെന്തു പറയാനാ, അന്ന് ബോസിന്റെ വീട്ടിലേക്ക് പോയിട്ട് നീ ചോദിക്കാതെ പറയാതെ എസ്കേപ്പ് ആയി പോയതല്ലേ. ഇനി നിന്നെ ഞാൻ ഗാന്ധി ബസാറിലേക്ക് കൊണ്ടുപോയി എന്നെ അവിടെ ഉപേക്ഷിച്ച് പോയാ സിഹി കാത്തിരിക്കുന്നുണ്ടാവും, വീട്ടിൽ പാചകം ചെയ്യണ കുറെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കുറെ റീസൺസ് കാണും. പറഞ്ഞോ വായി വരുന്ന ഒക്കെ പറഞ്ഞോ. നിനക്കൊരു ഫാമിലി ഉണ്ടാവില്ലേ, കുട്ടികൾ ഉണ്ടാവില്ലേ, അപ്പൊ മനസ്സിലാവും. വീട്ടില് ജോലിക്കാരും ഉണ്ടാവും. ബൈ റാം, ബൈ ബൈ. ബൈ. അല്ല, അന്ന് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, താൻ എന്താ അന്ന് പെട്ടെന്ന് ബോസിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? അത് സിഹി കാത്തിരിക്കില്ലേ? അത് തനിക്ക് പറഞ്ഞാ പോരായിരുന്നോ? ഞങ്ങളുടെ വീട്ടിലേക്ക് വലിയ ബിസിനസ്സുകാർ വന്നാലും പിച്ചക്കാർ വന്നാലും ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. ഒരു വ്യത്യാസവും കാണിക്കില്ല. ഞാൻ ഇതുവരെയും ഒരു സ്റ്റാഫിനെ പോലും ഇത്ര ഫ്രീക്വന്റ് ആയിട്ട് ഇവിടെ കണ്ടിട്ടില്ല. നിന്നെയാണെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ബോസിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വെറുതെ കയറി എപ്പോഴും വരാൻ പറ്റില്ലല്ലോ അല്ലേ? എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിലല്ലേ വരാൻ പറ്റൂ. വലിയ ആൾക്കാരുടെ വീട്ടിൽ നിൽക്കുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നും. നമ്മുടെ ലെവലിലുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടും. അന്ന് ഞാൻ തന്റെ വീട്ടിലേക്ക് വന്നില്ലേ, എത്ര സന്തോഷമായിട്ടായിരുന്നേ. ബട്ട് അത് ബോസിന്റെ വീടല്ലേ. അതെന്താ, ബോസിന്റെ വീട് തന്നെയല്ലേ? അങ്ങനെയല്ല, നീ മോസ്റ്റ്ലി ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിലേക്ക് പോകുന്നതല്ലേ, അപ്പൊ നിനക്ക് കുഴപ്പമുണ്ടാവില്ല. പ്രിയക്ക് ബോസിനെ കാണാൻ ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് അതും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. താൻ കംഫർട്ടബിൾ അല്ലായിരുന്നെങ്കിൽ പറഞ്ഞാ പോരായിരുന്നോ? ആരോട്? എന്നോട്. അതെന്താ, നിന്റെ വീടാണോ അങ്ങനെ സംസാരിക്കാൻ? അത് താൻ വീടിന്റെ അകത്തേക്ക് വന്നില്ലല്ലോ, അതുകൊണ്ട്. താൻ എന്തിനാ ഇത്രയധികം ഫീൽ ആവുന്നേ? ഇപ്പൊ നമുക്ക് നമ്മുടെയൊക്കെ വീട്ടിലേക്ക് പോവാം. വാ. റാം, മുത്തശ്ശൻ ചില അപ്ഡേറ്റ്സ് തന്നിട്ടുണ്ട്, അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം. പുറത്ത് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും, വന്നേ. ഷോ സർ. ബോസ് ഇത്ര അടുത്ത് നിന്നോട് പെരുമാറുന്നതല്ലേ, അതാ നിനക്കൊന്നും തോന്നാത്തത്. പക്ഷെ എന്താ അല്ലേ, നല്ല ബോസ്, നല്ല കമ്പനി, നമ്മൾ ചോദിക്കാതെ തന്നെയല്ലേ ശമ്പളമൊക്കെ കൂട്ടിയത്. നീ ചെല്ല്, ബോസ് കാത്തിരിക്കുന്നുണ്ടാവും. ഞാനും ഇറങ്ങുവാന്നേ. യാ ഷോ.
ബൈ. ബൈ റാം. ബൈ റാം. ബൈ സീത. രാമൻ പ്രേമത്തിൽപ്പെട്ട രാമൻ രാമൻ പ്രേമത്തിൽപ്പെട്ട ബോസ് ആടാ നീ. ഇതൊക്കെ ഓഫീസിൽ ആരെങ്കിലും കണ്ടാ തീർന്നു കേട്ടോ. ആരെന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ. ബൈ റാം. ബൈ സീത. ആഹാ രാമൻ. ഒന്ന് വായടക്കടാ പ്ലീസ്. ശരിടാ, ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇത് തന്നെയല്ലേ? അങ്ങനെയൊന്നുമില്ല, ഞാൻ സീതയോട് പറഞ്ഞു. സീതയോടും കാര്യം പറഞ്ഞോ? എന്താടാ പറഞ്ഞ്? എടാ നീയല്ലേ ചലഞ്ച് ചെയ്തത്, എനിക്ക് അവളോട് പറയാൻ കഴിയില്ലെന്ന്, അതുകൊണ്ട് ഞാൻ പോയി പറഞ്ഞു. ഞാൻ ചാലഞ്ച് ചെയ്തിരുന്നോ? ശരി പോട്ടെ, ലവിന്റെ കാര്യം പറഞ്ഞോ? ഏയ്, സാരിയിൽ തന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് മാത്രം ഞാൻ പറഞ്ഞോളൂ. ഇനി എന്താടാ, മതിയല്ലോ. രാമൻ പ്രേമത്തിൽപ്പെട്ടേ രാമൻ. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ ഒന്നും ഉണ്ടാവില്ലെന്നല്ല നീ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലിസൺ, ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് മാത്രമാണ്. നീ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ശരി, ആയി മോനെ, മനസ്സിലായി. നോക്ക്, കൂട്ടുകാരൻ പ്രണയിക്കുമ്പോൾ ഫ്രണ്ട് എന്ന് പറയുന്നവൻ വെറുതെ ഇരുന്നാൽ അത് പ്രണയത്തിനെ അപമാനിക്കുന്നതിന് തുല്യപാടാ. പനിയുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ തെർമോമീറ്റർ ഉണ്ട്. ഹാർട്ട് ബീറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ECG ഉണ്ട്. അതുപോലെ ആണുങ്ങൾ ലവിലാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെഷീനാണ് ഫ്രണ്ട് മോനെ. മെഷീൻ ഒരിക്കലും കള്ളം പറയില്ല. കണ്ടോണ്ടോ, നിന്റെ കണ്ണ് മെല്ലെ മെല്ലെ തിളങ്ങി വരുന്നുണ്ട്. കണ്ണിലുണ്ട് കാന്തി, മനസ്സിൽ വേണം ശാന്തി. ചുണ്ടുകളോ ചിരിക്കാൻ വേണ്ടി കാത്തിരിക്കുക. കണ്ണാണെങ്കിൽ ആരെയോ തിരയുന്നുണ്ട്. ഇതൊക്കെ പ്രണയത്തിന്റെ ലക്ഷണങ്ങളാ മോനെ. ഒന്നും പറയാനില്ലല്ലേ? ഇതും പ്രണയത്തിന്റെ ലക്ഷണമാ. ദേഷ്യം വരുന്നുണ്ടല്ലേ? ഇതും പ്രണയത്തിന്റെ ലക്ഷണമാ. ഒന്നും പറയാതെ അങ്ങനെ അങ്ങ് പോകുന്നോ? ഇതും പ്രണയത്തിന്റെ ലക്ഷണം തന്നെയാടാ. ഏയ്, വേറൊരു ബൊമ്മ കൂടി ഉണ്ടല്ലോ. നീ വന്നോ? ഒരു ബൊമ്മയും കൂടിയോ? എവിടെ? ഇവിടെ. നീ ഒറ്റയ്ക്കാണോ ഇതൊക്കെ ചെയ്തത്? ഞാൻ വരുന്നവരെ കാത്തിരുന്നൂടായിരുന്നോ? പാവമുണ്ട്. സീതമ്മ, നീ ഓഫീസിൽ നിന്ന് വരുമ്പോ ക്ഷീണിച്ചു വരില്ലേ? അപ്പൊ നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ടാ. എന്റെ ചക്കരയാ നീ. എന്തേലും കഴിച്ചായിരുന്നോ? മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നാ കഴിച്ചേ. സീതമ്മ, നിന്റെ ഓഫീസില് ആരെങ്കിലും സാരിനെ കുറിച്ച് പറഞ്ഞോ? ഭംഗിയുണ്ടെന്ന്. എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ? സീത,
സീത. ഓ, ഗംഭീര ആഘോഷമാണല്ലോ. വായിട്ടത്തി ഇരിക്കേ. ഇതെന്താ സീത, നല്ല മണവാട്ടിയെ പോലെ ഒരുങ്ങിയിട്ടുണ്ടല്ലോ. കറക്റ്റ് ആൻസർ. ആഹാ, പറയുന്ന കേട്ടില്ലേ കറക്റ്റ് ആൻസർ എന്ന്. എടുത്തി ഓഫീസിൽ പൂജ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. കാശുമാല പുതിയതാ? എന്നോട് പറഞ്ഞില്ലല്ലോ. അല്ല എടുത്തി, ഇത് അമ്മ തന്നതാ. ഓ, അടുത്ത വീട്ടിലാണോ? ആ, കുഴപ്പമില്ല, നല്ലതായിട്ടുണ്ട്. നിന്നെ കണ്ട ആരെങ്കിലും ഭർത്താവില്ലാത്തവളാന്നൊക്കെ പറയോ? ഇതുപോലൊക്കെ അണിഞ്ഞൊരുങ്ങി പുറത്തേക്കൊക്കെ ഇറങ്ങാവോ? കറക്റ്റ് ആൻസർ. ആഹാ, പറയുന്ന കേട്ടില്ലേ കറക്റ്റ് ആൻസർ എന്ന്. എടുത്തി ഓഫീസിൽ പൂജ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. കാശുമാല പുതിയതാ? എന്നോട് പറഞ്ഞില്ലല്ലോ. അല്ല എടുത്തി, ഇത് അമ്മ തന്നതാ. ഓ, അടുത്ത വീട്ടിലാണോ? ആ, കുഴപ്പമില്ല, നല്ലതായിട്ടുണ്ട്. നിന്നെ കണ്ട ആരെങ്കിലും ഭർത്താവില്ലാത്തവളാന്നൊക്കെ പറയോ? ഇതുപോലൊക്കെ അണിഞ്ഞൊരുങ്ങി പുറത്തേക്കൊക്കെ ഇറങ്ങാവോ? എന്താടി ഭർത്താവില്ലാന്ന് കരുതി വെള്ളം എടുത്തോണ്ടാണോ പുറത്തിറങ്ങാവോ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല മുത്തശ്ശി. അണിഞ്ഞൊരുങ്ങുന്നത് പെണ്ണിന്റെ അവകാശമാ. ഇതൊന്നുമില്ലാതെ കരഞ്ഞോണ്ടിരിക്കുന്നവര് നല്ലവര്, അണിഞ്ഞൊരുങ്ങുന്നവരൊക്കെ മോശക്കാരുമാണെന്നാണോ നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം? അയ്യോ മുത്തശ്ശി, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അല്ലെങ്കിലേ എന്റെ നാക്ക് ഇങ്ങനെയാ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അത് മറ്റൊന്നായി മാറും. ഞാൻ പറഞ്ഞത് സീത കല്യാണത്തിന് റെഡിയായ നല്ല സുന്ദര കുട്ടിയെ പോലെ ഉണ്ടെന്നാ. എന്നാ അങ്ങനെ പറ. നമ്മുടെ സീത സമ്മതിച്ച ആർക്കും അവളെ ഇഷ്ടമാവാത്തെന്ന് പറ. ഉള്ളതൊരു ജീവിതമാ, അതിങ്ങനെ ഒറ്റയ്ക്കേ തീർക്കൂന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിക്കണ്ട, മറ്റൊന്നിനെ പറ്റി ആലോചിക്കെന്ന് ഞാൻ തന്നെയല്ലേ പറയുന്നത്. പക്ഷേ ഈ ചേച്ചിയുടെ വാക്കിന് അവക്ക് യാതൊരു വിലയില്ല. സീമോളെ, കുറച്ചു നേരം പുറത്തുപോയി കളിച്ചിട്ട് വരാവോ? മുത്തശ്ശി, എന്റെ ബൊമ്മകളുടെ പരിപാടി ഇതുവരെ കഴിഞ്ഞില്ല. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ശരി സുലോചന, എന്തായാലും വന്നില്ലേ, ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് അർച്ചനയുടെ കുങ്കുമം തൊട്ടിട്ട് പോവാം. വാ. സിഹി, ഈ ബൊമ്മ നല്ല രസമുണ്ടല്ലോ, ഞാൻ കൊണ്ടുപോക്കോട്ടെ? ആന്റി, അതൊന്നില്ലെങ്കിൽ സെറ്റ് കംപ്ലീറ്റ് ആവില്ല. ഇതുവരെ പൂജ കഴിഞ്ഞിട്ടില്ല. ഓഹോ, ഭയങ്കര ശ്രദ്ധയാണല്ലോ. വെച്ചിട്ടുണ്ട്, പൂജ നടത്തിക്കോ. സീത, നീ ഇപ്പൊ വന്നതല്ലേ ഉള്ളു, നല്ല ക്ഷീണം കാണും. പോയി കൈ മുഖമൊക്കെ കഴുകി കുറച്ച് റെസ്റ്റ് എടുക്ക. വാ മോള് സുലോചന. ആ, പോയിട്ട് വരാം. വണ്ടിയൊക്കെ ഇങ്ങനെ ഓടിക്കുന്നതും പ്രണയത്തിന്റെ ലക്ഷണം തന്നെയാ. ശരി വിടുമോനെ, പറയാൻ പറ്റാത്തൊന്നും പറഞ്ഞില്ല. എടാ, ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാ മതി. എന്ത്? നാളെ പുതിയ വീട്ടിലേക്ക് പോവല്ലേ, ഓർമ്മയുണ്ടല്ലോ? ഞാൻ നിന്നോടാ ചോദിക്കേണ്ടത്. എനിക്കത് ഓർമ്മയുണ്ടോടാ അശോക, നിനക്ക് ഓർമ്മയുണ്ടായാൽ മതി. നിന്നെ അവിടുന്ന് ആരെങ്കിലും ആ പ്രോഗ്രാമിന് വിളിക്കുമെന്ന് നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ആദ്യം നീ ഇത് കളാ. നിന്നെ അവിടുന്ന് ആരും ഇൻവൈറ്റ് ചെയ്യില്ല, ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. എന്തുകൊണ്ടെന്നാ അതെന്റെ മാത്രം വീടല്ല, നിന്റെയും കൂടെ വീടാ. മനസ്സിലായോടാ? ആഹാ, ഞാൻ നിന്നോട് മറ്റൊരു കാര്യം ചോദിച്ചപ്പോ നീ അത് തിരിച്ച് എനിക്ക് തന്നെ തന്നല്ലേ. ആവട്ടെ ആവട്ടെ, പുതിയ ജീവിതം, പുതിയ വീട്, പുതിയ പ്രേമം, പുതിയ ആഹാ, പുതിയ ഓഹോ, പുതിയ പുതിയ ഇനി ചോദിക്കാൻ പഠിക്കണ്ട. കുറച്ചുകൂടെ വിളമ്പിക്കോ. ഭക്ഷണമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല പ്രായമായില്ലേ, ഇത്ര രുചിയുള്ളതൊക്കെ ദഹിക്കുവോ? അതിന് ഞാൻ പുതിയൊരു മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് അരച്ച് ദഹിപ്പിച്ചോളും. മുത്തശ്ശൻ ഭയങ്കര തമാശക്കാരനാണല്ലോ. മുത്തശ്ശനോ? അവൾ അങ്ങനെയാ, ഒന്നും മിണ്ടാതിരിക്കെ. നീ കഴിക്കുമോളെ. ഇത് കൊള്ളാം. മുത്തശ്ശി, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ആ, ഒരു പാത്രത്തിലാക്കിയെങ്കിതാ.
എന്റെ ഭർത്താവിന് ഇങ്ങനത്തെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാ. ലോയറിനെ കുറിച്ച് നീ കുറെ സംസാരിക്കാറുണ്ടല്ലോ, അവരെ നിനക്ക് നല്ല പരിചയമുണ്ടോ? ആ മുത്തശ്ശി, എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. വളരെ നല്ല മനുഷ്യനാണ്. അയ്യോ, നെറുകെ കയറിയല്ലോ, വെള്ളം കുടിക്കും മോളെ. വളരെ നല്ല മനുഷ്യനാ. ലോയറുടെ കല്യാണം കഴിയാത്തതാണോ അതോ ആദ്യത്തെ ഭാര്യ? ഒറ്റത്തടിയാ. കൂടെ ഒരാള് വേണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അന്വേഷിക്കാനൊന്നും സമയമില്ല. അതെന്താ? അത്ര ബിസി അല്ലേ മുത്തശ്ശ? പാവം, അച്ഛനും അമ്മയും ഒന്നും ഇല്ല, പിന്നെ എന്ത് ചെയ്യാനാ? അയ്യോ പാവം. ആദ്യം ബാങ്കിലായിരുന്നു ജോലി ചെയ്തത്. ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാള് പിന്നെ ലോയറായിരുന്നോ? അത് മുത്തശ്ശ, ഈ ബാങ്കിനൊക്കെ വക്കീലന്മാരുണ്ടാവില്ലേ? ഓ, ലീഗൽ അഡ്വൈസറോ? അത് തന്നെ. ഇപ്പൊ അയാൾക്ക് സ്വന്തമായിട്ടൊരു ഓഫീസൊക്കെ ഉണ്ട്, ഒരുപാട് സമ്പാദ്യമുണ്ട്. ഞാൻ ഇതുപോലൊരു ദിവസം നമ്മുടെ സീതയോട് സംസാരിക്കാൻ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് കല്യാണം കഴിച്ച അത് സീതയാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായിട്ടിരിക്കുമെന്നാ പറഞ്ഞ. സീതയോട് സമാധാനമായി സംസാരിച്ച് അവക്ക് മനസ്സിലാക്കി കൊടുക്കണം മോളെ. എത്ര കാലം കഴിഞ്ഞിട്ട്? നിങ്ങളുടെ അത്രയും പ്രായമായി കഴിഞ്ഞിട്ടോ? ഞാനും ലോയറും അവളുടെ വീട്ടിലേക്ക് പോയിരുന്നു സംസാരിക്കാൻ വേണ്ടി. ഞങ്ങളെ കത്തിയെടുത്ത് കുത്തിയില്ലെന്നേ ഉള്ളൂ. തെറ്റായിട്ട് എടുക്കരുത്. പാവം, ഒരു കുട്ടിയുള്ള പെണ്ണ്. ഇന്നത്തെ കാലത്ത് ഒന്നാമത്തെ ഭാര്യയെ തന്നെ മര്യാദയ്ക്ക് നോക്കാത്ത ആളുകളുള്ള ഈ കാലത്ത് കുട്ടികളെ ഞാൻ നോക്കിക്കോളാം, നിന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അയാളായിട്ട് മുന്നോട്ട് വന്നതല്ലേ? നമുക്ക് അവളോട് പറയാനല്ലേ പറ്റൂ, അങ്ങനെ അങ്ങോട്ട് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. നിർബന്ധിക്കണം. ചില കാര്യങ്ങൾ ഇങ്ങനെ നിർബന്ധം കാണിച്ചേ പറ്റൂ. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നില്ലെങ്കിൽ നമ്മൾ എന്താ വെറുതെ ഇരിക്കോ? നമ്മുടെ ജീവിതത്തിന് എന്താ നല്ലതെന്ന് നമ്മൾ തീരുമാനം എടുത്തല്ലേ പറ്റുള്ളൂ. പാവം, നമ്മുടെ സീത കുട്ടികളെ പോലെയാ. കറക്റ്റ്. സുലോചന ഇപ്പൊ പറഞ്ഞത് 100% ശരിയാ. ആ മുത്തശ്ശി, ശരിയായ വർത്താനം ശരിയായ ചെവിയിൽ വീണില്ലെങ്കിൽ അത് വേസ്റ്റാ. ശരി മുത്തശ്ശി, ഞാനെന്നാ ഇറങ്ങട്ടെ. ഇരിക്കും മോളെ, അർച്ചനയുടെ കുങ്കുമം എടുത്തിട്ട് പോകാം. വന്നു ഒരു പുതുയുഗ ഗാനം, എന്റെ ജീവിത ഗാനം, എന്റെ ജീവിത ഗാനം, എന്റെ മനസ്സിലെ ഗാനം. നീ എന്താ പാട്ടൊക്കെ പാടിയിട്ട്? വന്നു നല്ല നിപ്പോൺ വന്നു, നമ്മുടെ നിപ്പോൺ വന്നേ. മിണ്ടാതിരി. ഇതെന്താണ് നിന്റെ പുതിയ ജോലിയാ? ഏതെങ്കിലും കൊള്ളാവുന്ന പെയിന്റേഴ്സിനെ വെച്ച് ചെയ്യാറുന്നില്ലേ? മിസ്റ്റർ ശ്രീറാം ദേശായി സാറേ, പെയിന്റേഴ്സ് നല്ലതായിട്ട് മാത്രം കാര്യമില്ല, പെയിന്റും നല്ലതായിരിക്കണം എന്നാണ്. എടാ, നാളെ ഫംഗ്ഷൻ അല്ലേ, ആ സമയത്ത് നീ ഇതും ചെയ്തോണ്ടിരിക്കാണോ? എന്താ വരുന്നവരുടെ പെയിന്റ് ആവാൻ വേണ്ടിയാ? നോക്കൂ മിസ്റ്റർ റാം, ഞാൻ ഈ അടിക്കുന്നത് നിപ്പോൺ പെയിന്റ് ആണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ രണ്ടാമതൊരു വാക്കില്ല. ലാസ്റ്റ് മിനിറ്റിൽ പെയിന്റ് അടിച്ചാൽ പോലും പെർഫെക്റ്റ് ലുക്കാ. ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തില് ഫുൾ മാർക്സാ. ഹലോ, ഇത് ഇളകുന്ന പെയിന്റ് അല്ല മോൻ, ഇതിന്റെ ക്വാളിറ്റി തന്നെ വേറെയാ. നിപ്പോൺ പെയിന്റ് ആറ്റം 2 in 1. വീടിനകത്തുള്ള ചുവരിലും അടിക്കാൻ പറ്റും, പുറത്തുള്ള ചുവരിലും അടിക്കാൻ പറ്റും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ആന്റി ഫേഡ് ടെക്നോളജി. കളേഴ്സിന്റെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇൻഫർമേഷൻ മതിയോ ഇനിയും വേണോ? മതിയടാ, തൽക്കാലം മതി. അത് നമ്മുടെ ഗോൾഡ് മെഡലിസ്റ്റ് അശോക് പറയുമ്പോ എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് ആവശ്യമേ ഇല്ല. ഇതാ, ഞാൻ ഒന്ന് അടിച്ചു നോക്കട്ടെ നിന്റെ നിപ്പോൺ പെയിന്റ്. ഐ മീൻ നമ്മുടെ നിപ്പോൺ പെയിന്റ്. അത് അടിയടി. ഇത്രയും വർഷം നിന്നൊരു വീട് വിട്ടിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് പുതിയൊരു വീടിനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ. പക്ഷേ അതേ കാറ്റ്, അതേ മണം, ഇവിടെ അതേ ഫീലുണ്ട്. നീ കണ്ടോ, പുതിയ വീട്, പുതിയ പെയിന്റ്, ഇതിന്റെയൊക്കെ കൂടെ ഇനി അങ്ങോട്ട് നിന്റെ ലൈഫിലും പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ആവും. നിന്റെ ലൈഫും ദാ ഇതുപോലെ കളർ. നീ പാടുറാ എന്റെ ജീവിത ഗാനം. നമ്മുടെ സീതയുടെ കഴുത്തിലുള്ള കാശുമാല നിങ്ങൾ കൊടുത്താണോ? അതവൾക്ക് നല്ല ഭംഗിയുണ്ടല്ലേ? അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി എന്തൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് മുത്തശ്ശി? ഒന്നുമില്ല മോളെ, ഇതൊരു കാശുമാല,
പിന്നെ ഒരെണ്ണോടി വാങ്ങി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ ഇറങ്ങുവാ. പോയിട്ട് വരട്ടെ മുത്തശ്ശി. നീ എന്തിനാ അവളെ അങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? എന്തിയെ? ലോയറെ കുറിച്ചൊന്ന് ചോദിച്ചു മനസ്സിലാക്കാന്ന് കരുതിയാ. അതിന് നിങ്ങൾ എന്തിനാ ചൂടാകുന്നേ? അവളെ കുറിച്ച് നമുക്കറിയില്ലേ. നീ വെറുതെ. നോക്ക്, അവളും ഒരു പെണ്ണാ. അത്ര മോശം പെണ്ണൊന്നും അല്ല. എന്താ, ലോയറെ കുറിച്ച് സംസാരിച്ചാ അവൾ എന്തെങ്കിലും പറയുമോന്ന് അറിയാനാ കൊണ്ടുവന്നേ. അവള് പറഞ്ഞതൊക്കെ വിശ്വസിക്കാൻ ഞാനത്ര പൊട്ടിയൊന്നും അല്ല. അല്ല, ലോയറിന് ഇതിന് സമ്മതമാണെങ്കി സീതയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ കഴിയോ? സാധ്യമല്ല. സാധ്യമാണ്.